നബിദിനം ആഘോഷിക്കുന്നത് ശരിയാണോ തെറ്റാണോ പലരുടെയും സംശയമാണ്. സത്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർ കുറച്ച് കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ മതി. ഈ റബീഉൽ അവൽ 12 എന്നൊരു ദിവസം സ്വഹാബികളുടെ ജീവിതത്തിൽ വന്നിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം റബീഉൽ അവൽ 12 സ്വഹാബികളുടെ ജീവിതത്തിലും റബീഉൽ അവൽ 12 എന്നൊരു ദിവസം വന്നിരുന്നു. അങ്ങനെയാണെങ്കിൽ അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇന്ന് നബിയുടെ ജന്മദിനമാണ്. എന്നാൽ അവരാരെങ്കിലും എന്തെങ്കിലും ആഘോഷിച്ചതായിക്കൊണ്ട് എന്തെങ്കിലും ഒരു തെളിവുണ്ടോ? ഇന്ന് നബി ജനിച്ച ദിവസമല്ലേ, നമുക്ക് നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാം, ഇന്ന് നബിക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് പാവങ്ങൾക്ക് നൽകാം. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം അവർ ചെയ്തതായിക്കൊണ്ട് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ നമുക്കും ചെയ്യാമായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വഹാബികൾ എന്നാൽ ചെറിയൊരു നന്മ പോലും കിട്ടിയാൻ അവസരം കിട്ടിയാൽ ചെയ്യുന്നവരാണ്. ഇവരൊക്കെ ഇത്രയും വലിയ പുണ്യമായിക്കൊണ്ട് നടത്തുന്ന ഈ ജന്മദിനം അതിൽ എന്തെങ്കിലും കുറച്ചൊരു പുണ്യം പോലും ഉണ്ടെങ്കിൽ അത് സ്വഹാബികൾ ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരുമായിരുന്നു. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് നിന്നാണ് ഒരു ദീന് പഠിച്ചിട്ടുള്ളത്. ഇവര് നബിദിനം കഴിക്കാൻ വേണ്ടിയിട്ട് ഖുർആനിൽ നിന്ന് വരെ തെളിവ് കൊണ്ടുവരാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ആയത്തൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് കേട്ടവരാണ് സ്വഹാബികൾ. ഒരു സ്വഹാബി പോലും ആ ഒരു ആയത്ത് കൊണ്ട് ഇത് നബിദിനം കഴിക്കാനുള്ള തെളിവാണ് എന്ന് ഒരു സ്വഹാബികൾ പോലും മനസ്സിലാക്കിയിട്ടില്ല. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് ജന്മദിനം കഴിക്കാനുള്ള തെളിവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീനിൽ പുതിയൊരു കാര്യം ചെയ്യുന്നതിന് നല്ല ബിദഅത്ത് ചീത്ത ബിദഅത്ത് എന്നൊന്നില്ല. അള്ളാഹും റസൂലും ദീനായിക്കൊണ്ട് എന്തൊക്കെ പഠിപ്പിച്ചോ അത് മാത്രമാണ് ദീൻ. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും നമുക്ക് കൂട്ടാൻ അവകാശമില്ല. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി തന്ന്, ആ പൂർത്തിയാക്കി തന്ന ദീനിൽ നബിദിനാഘോഷം എന്നൊരു ആഘോഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഖുതുബയിലും നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ടുള്ള കാര്യമാണ് കുല്ലു ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തുകളും ദലാലത്താണ്. ദീനിൽ കടത്തിക്കൂട്ടുന്ന എല്ലാ കാര്യങ്ങളും ദലാലത്താണ്, വൈകേടാണ്. വകുല്ലു ദലാലത്തിൻ ഫിന്നാർ, എല്ലാ വൈകേടുകളും അത് നരകത്തിലേക്കാണ് എത്തിക്കുന്നത്. അതുകൊണ്ട് ഈ നബിദിനാഘോഷം എന്നുള്ള പരിപാടി ഇസ്ലാമിൽ ഉള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കേണ്ടതാണ്.